സ്വർണം നിങ്ങളുടെ കയ്യിലുണ്ട്. അതെവിടെയോ ഒളിപ്പിച്ചെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്നെ ചതിച്ച കൊല്ലും ഞാൻ. എന്റെ മോളെ, ഞാൻ പറഞ്ഞത് സത്യ. ബൈക്കിൽ വന്ന് 2 പേര് കയ്യിൽ നിന്ന് ഇങ്ങനെ തട്ടിപ്പറിച്ചോണ്ട് പോയി. ഈ കഥ നിങ്ങൾ നിങ്ങളെ കെട്ടിയോളോടോ ഈ നിൽക്കുന്ന മോനോടോ പറഞ്ഞാൽ അവര് വിശ്വസിക്കും. ഞാൻ വിശ്വസിക്കില്ല. അയ്യോ, എന്റെ പൊന്നു മോളെ, ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? നിങ്ങൾ കള്ളമേ പറയൂ. നമ്മൾ 3 പേരും കൂടി ഒരുമിച്ച് സ്വർണം വാങ്ങാൻ പോകാന്നായിരുന്നില്ലേ പ്ലാൻ? അതിങ്ങനെ മാറി. പിന്നെ അമൃത ഫോൺ ചെയ്തു നിങ്ങൾ കള്ളം പറഞ്ഞില്ലേ? പറഞ്ഞു. എന്തിനാ അത് പറഞ്ഞത്? ദേ, ഞാൻ സത്യം പറയാം. 60 പവൻ കിട്ടുമ്പോ അതിന്ന് 1 മാല എടുക്കണോന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. സ്വർണം നിന്റെ തന്നാലേ അതിന്നൊരു തരി പോലും എനിക്ക് കിട്ടൂല. അതെനിക്കറിയായിരുന്നു. അതുകൊണ്ട് 1 മാല എടുത്തിട്ട് ബാക്കി മുഴുവൻ നിനക്ക് തരാനിരുന്നതാ. ഇത് ഞാൻ വിശ്വസിക്കണോ? ജീവിതത്തിന് കള്ളം മാത്രം പറഞ്ഞിട്ടുള്ള നിങ്ങളെ ഞാൻ വിശ്വസിക്കണോ? ഈശ്വരാ, ഇല്ല. ഞങ്ങളെ പറ്റിച്ച് നിങ്ങൾ പോയത് ആ സ്വർണം ഒറ്റയ്ക്ക് വിഴുങ്ങാനാ. അയ്യോ, അല്ല. നിങ്ങൾ പോയി അതങ്ങ് മേടിച്ചു. എന്നിട്ട് കള്ളന്മാര് കൊണ്ടുപോയിന്നൊരു കഥയും അങ്ങ് ഉണ്ടാക്കി. സുബേഷേ, നിങ്ങളുടെ ഫാമിലിയിലുള്ള സകലരും ഇത്തരക്കാരാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഞാൻ വിടില്ല. മര്യാദയ്ക്ക് എന്റെ സ്വർണം തരാൻ ഇവരോട് പറ. അമ്മ എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുക്ക്. അതല്ലേ നല്ലത്. നിനക്കും എന്നെ വിശ്വാസം ഇല്ല സുമേഷേ? എടാ, പെറ്റ തള്ള ഇങ്ങനെ ഇരുന്ന് കരയുന്ന കണ്ടിട്ട് നിനക്ക് ഒരു വിഷമവും ഇല്ലേ? വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ ദിവ്യ പറയുന്നതിലും കാര്യമില്ല അമ്മേ. ഞങ്ങളെ കൂട്ടാതെ അമ്മ പോയതല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി. പക്ഷെ സ്വർണം കള്ളന്മാര് കൊണ്ടുപോയി എന്നുള്ളത് സത്യ. മോനെ, നീയാണ് സത്യം. സ്വർണം ഞാൻ എടുത്തിട്ടില്ല. നിങ്ങളുടെ കരച്ചിലുണ്ടെന്നും ഒരു കാര്യമില്ല. അത് നിങ്ങൾ തന്നെ അടിച്ചു മാറ്റിയത്. കഴിഞ്ഞ 5-6 മാസമായി ആ സ്വർണം എന്റെ കയ്യിൽ എത്തുന്നത് നോക്കിയിരിക്കായിരുന്നു ഞാൻ. ഒടുവിൽ അത് കിട്ടുന്നതായപ്പോ നിങ്ങൾ അത് അടിച്ചു മാറ്റി. എനിക്ക് എന്റെ സ്വർണം വേണം, ഇന്ന് ഇപ്പൊ. ഈശ്വര, അല്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്ന് ഞാനും ആത്മഹത്യ ചെയ്യും. സുമേഷേ, ദിവ്യപ്രഭ വെറും വാക്ക് പറയില്ലെന്ന് അറിയാലോ. പറഞ്ഞത് ചെയ്യും. ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഈശ്വര, എന്റെ സ്വർണം അത്രയും പോയി. അമ്മേ, സത്യം പറ, എന്താ സംഭവിച്ചത്? സംഭവിച്ചത് എന്താന്നല്ലേടാ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നേ? എടാ സുമേഷ്, നിനക്കും എന്നെ വിശ്വാസം ഇല്ലേടാ? ഓ, എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടാ നീ. ഈശ്വര, എന്റെ സ്വർണം പോയി. അമ്മേ, അവര് പറയുന്നത് മുഴുവൻ കള്ളം. സ്വർണം അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്, ഉറപ്പാ. അമ്മ ഇങ്ങോട്ട് വാ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ, നാളെ തന്നെ. മോളെ, നീ ദേഷ്യപ്പെടരുത്. ഞാൻ പറഞ്ഞതെല്ലാം സത്യ. നിങ്ങൾ അറിയാതെ ഞാൻ ഒറ്റയ്ക്ക് പോയത് തെറ്റ് തന്നെയാ, ഞാൻ സമ്മതിച്ചു. പക്ഷേ നമ്മൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാലേ സ്വർണം കൊണ്ടുപോയവർക്കേ അതിന്റെ ഗുണം ഉണ്ടാവൂ. നിങ്ങളൊന്നും പറയണ്ട. സ്വർണം എവിടെ ഒളിപ്പിച്ചെന്ന് മാത്രം പറഞ്ഞാ മതി. ഞാൻ ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നെഞ്ചി കൈവച്ച് പറയാ, ഞാൻ പറഞ്ഞത് സത്യ. അമൃതയും ചന്ദ്രേട്ടനും കൂടി ഒരു ഓട്ടോറിക്ഷയിൽ വന്നിട്ടേ സ്വർണം എന്റെ കയ്യിൽ തന്നിട്ട് എഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. സ്വർണം മുഴുവനുണ്ടോന്ന് നോക്കിയിട്ട് ഒപ്പിടാന്നും പറഞ്ഞ് ഞാൻ ബാഗ് തുറക്കാൻ തുടങ്ങുമ്പോഴാ ദുഷ്ടന്മാര് വന്നത്. അവര് ബാഗും എടുത്ത് സ്ഥലം വിട്ടു. ഈ കഥ കുറെ നേരിട്ട് പറയില്ലേ? മോളെ, ഇത് കഥയല്ല, സത്യ. ഞാൻ അവരുടെ പിറകെ ഓടി. അവര് ബൈക്കിലല്ലായിരുന്നോ? ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അമൃതയും ചന്ദ്രേട്ടനെയും സഹായത്തിന് വിളിച്ചു. അപ്പോഴാ അഭിമന്യു കാറുമായിട്ട് വന്നത്. അവൻ അവരെ കാറിൽ കയറ്റി കൊണ്ടുപോയി. എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. അഭിമന്യു? ആ, അവനെങ്ങനെ അവിടെ എത്തി?